വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ എന്നിവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയായിരുന്നു 3 കോൺഗ്രസ് നേതാക്കൾക്കും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 20, 21, 22 തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ND അപ്പച്ചനും KK ഗോപിനാഥനോടും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ 20 മുതൽ 25 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും 3 ദിവസം ഹാജരാകണമെന്ന് IC ബാലകൃഷ്ണനോടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കുമെന്ന് MLA പോലീസിനെ അറിയിക്കും. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാകും ചോദ്യം ചെയ്യൽ. ഇതോടൊപ്പം തന്നെ കോൺഗ്രസ് ഓഫീസുകളിൽ നിന്നും തെളിവ് ശേഖരിക്കുന്ന നടപടിക്രമങ്ങളും നടക്കും. കോടതിയിൽ അങ്ങേയറ്റം മോശമായാണ് NM വിജയനെ കോൺഗ്രസ് നേതാക്കളായ പ്രതികൾ ചിത്രീകരിച്ചതെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് അഭിപ്രായപ്പെട്ടു. കുടുംബത്തോടൊപ്പമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും കോടതിയിൽ മോശക്കാരനായി NM വിജയനെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അപഹാസ്യമാണ്. NM വിജയനെ കുറിച്ച് കോടതിയിൽ പറഞ്ഞ അഭിപ്രായം തന്നെയാണോ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമയബന്ധിത കസ്റ്റഡിയിൽ അടുത്ത 3 ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു എന്നതിനർത്ഥം കേസ് ഇല്ലാതായി എന്നല്ല. NM വിജയന്റെയും മകന്റെയും മരണവും അദ്ദേഹം എഴുതിവെച്ച മരണക്കുറിപ്പും കോൺഗ്രസ് നേതാക്കൾ നടത്തിയ കോടികളുടെ തട്ടിപ്പും ഇല്ലാതാകുന്നില്ല. IC ബാലകൃഷ്ണൻ 1ാം പ്രതിയായ കേസ് മുന്നോട്ടു പോകും. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ NM വിജയന്റെയും ഭിന്നശേഷിക്കാരനായ മകന്റെയും മരണത്തിന് ഉത്തരവാദിയായി അടുത്ത 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലും MLA സ്ഥാനത്ത് IC ബാലകൃഷ്ണൻ തുടരുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അടിയന്തരമായി രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.